ഹലോ, Z7 പാസിംഗ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ നെമ്മീൻ കറിയാണ്, മുളകിട്ടത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചട്ടി ഏകദേശം ചൂടാകുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ എത്രയും കൂടുതൽ ഒഴിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ ഉലുവയിടാവൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കടുക് പൊട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഇഞ്ചിയും, ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ചെറിയ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം 15 ചെറിയ ഉള്ളി എടുത്ത് വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇതിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ തീ ലോ ഫ്ലെയിം ഇടുക, അല്ലെങ്കിൽ മീഡിയം. അപ്പോൾ ചെറിയ ഉള്ളിയും എല്ലാം ഇച്ചിരി ഏകദേശം ഒന്ന് നല്ല വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് നല്ല വെന്ത് നല്ല ഉടഞ്ഞ് നല്ല കുഴമ്പ് പോലെ ആവണം. അതിനുശേഷം മാത്രമേ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇടണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമ്മുടെ സാദാ മുളക് പൊടി 1 സ്പൂൺ ഇടുക. അതിട്ട് നല്ല കണക്ക് നല്ല വഴറ്റിയെടുക്കുക. അപ്പം നല്ല എണ്ണ തെളിയുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വാളംപുളിയാണ്. അപ്പോൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ വാളംപുളി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അതിട്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ എല്ലാം നല്ല വഴണ്ട് വെള്ളമൊക്കെ വറ്റി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ആവശ്യത്തിന്. ഇച്ചിരി തീ നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ പീസ് മീനായിട്ട് നമുക്ക് എടുത്തിടാം.
ഇനി ഇതിന് ശേഷം വെന്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ഇളക്കാൻ പാടില്ല. ചട്ടി ഒന്ന് കറക്കി കൊടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചട്ടിയുടെ വട്ടം നമ്മൾ പിടിച്ചിട്ട് കറക്കി കൊടുക്കുക. അല്ലാതെ നമ്മൾ തവിയിട്ട് പിടിക്കുകയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ മീൻ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്മീൻ ഉള്ളി വെച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ടാറ്റാ. അടുത്ത വീഡിയോയുമായി കാണാം.